ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ രാത്രി നേരത്തെ ഞായറാഴ്ച രാത്രി ഞങ്ങൾ ലുലു മാളിൽ പോയിട്ട് പിന്നെ പർച്ചേസൊക്കെ ചെയ്ത് പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് രാത്രി ഡിന്നറൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഒരു വ്ളോഗാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഞങ്ങളങ്ങനെ ലുലു മാളെത്തി അച്ഛനും മക്കളും കൂടെ ഉമ്മർത്ത് തന്നെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ട്വിൻസാണ്. അപ്പോൾ ഞങ്ങൾ ഭാവനും ഭുവനുമാണ് മക്കളുടെ പേര്. അവരാണ് ദാ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയി അവിടെ നിന്ന് കുറച്ച് മീനൊക്കെ വാങ്ങി. അതിന് ശേഷം പിന്നെ അവർക്കറിയാം എന്തൊക്കെയാണ് എടുക്കുക യൂഷ്വലി എന്ന്. അപ്പോൾ ഞങ്ങൾ പച്ചക്കറിയൊക്കെ എടുത്തു. ഇവർ തന്നെയാണ് ബാസ്ക്കറ്റ് കൊണ്ടുപോവുക, ബില്ല് ചെയ്യുക. ബില്ലിങ്ങിൻ്റെ അവിടെ നിന്ന് ബില്ലിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ മേടിക്കുക. അതൊക്കെ ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് നമ്മളൊന്നും ഇവർ ചെയ്യാൻ സമ്മതിക്കില്ല. എല്ലാം അവർ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട കുറച്ച് പച്ചക്കറികളും മീനും അതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകി, രാത്രിയായി. പിന്നെ വേഗം വീട്ടിൽ ചെന്നിട്ട് ഡിന്നർ ഉണ്ടാക്കി കഴിച്ച് കിടന്നുറങ്ങണം. കാരണം നാളെ തിങ്കളാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളും ഞങ്ങൾക്ക് ഓഫീസും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം മടങ്ങി. പിന്നെ നേരെ വീട്ടിൽ ചെന്നിട്ട് ഈ വാങ്ങിയ പച്ചക്കറികൾ മുഴുവനും ബാസ്ക്കറ്റിൽ ഇട്ട് വയ്ക്കുക, ഓരോരോ ബോക്സസിലാക്കി വയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ജോലി. അപ്പോൾ കയ്യോടെ തന്നെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ജോലി കഴിയും. അപ്പോൾ ചേട്ടൻ ഇവിടെ മീൻ വാഷ് ചെയ്ത് തരുമായിരുന്നു. ഞങ്ങൾ മീൻ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ചേട്ടനാണ് മീൻ കഴുകി തരുന്നത്. ആ സമയം കൊണ്ട് ഞാൻ പച്ചക്കറികളെല്ലാം ഓരോന്നോരോന്നായിട്ട് ബോക്സിലാക്കി വെച്ചു. അപ്പോൾ നമുക്ക് വേണ്ടപ്പോൾ വേഗം എടുക്കുകയും ചെയ്യാം, സ്റ്റോറേജിനും എളുപ്പമാണ്. അപ്പോൾ മല്ലിയില, കരിവേപ്പില പിന്നെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ ബോക്സുകളിൽ ആക്കി സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്നിപ്പം ഞാൻ രാത്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാങ്ങിയ മീൻ വറുക്കാം എന്നുള്ളതാണ്. കറി വയ്ക്കാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ സാമ്പാറുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ സാമ്പാർ ബാലൻസ് ഉള്ളത് കൊണ്ട് സാമ്പാറും ഉള്ള സാമ്പാറിന് മതി. മീനും വറുക്കുക മാത്രം ചെയ്യണം. ഓൾറെഡി ടൈം ലേറ്റ് ആയല്ലോ, രാത്രി ഒരുപാട് വൈകിയല്ലോ. അപ്പോൾ പിന്നെ ഇനിയും സമയം വൈകുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് മാത്രമേ നിന്നുള്ളൂ ഞാൻ. അപ്പോൾ ഇവിടെ മീനും വറുക്കാനുള്ള മസാല കാണിച്ചു തരാം. ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം ഞാൻ വീട്ടിൽ ഓൾറെഡി അരച്ച് വെക്കുന്നതാണ് കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി ഈ ഫിഷ് പീസസിലെല്ലാം ഇത് നന്നായി തേച്ച് പിടിപ്പിച്ച് മാറ്റി വയ്ക്കുക മാരിനേഷന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ മീനിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചെമ്മീനും ഈ ബാക്കിയുള്ള മസാലയിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് പുരട്ടിയെടുത്തു. ഇത് ഏട്ടന് ഇഷ്ടമല്ല, എനിക്കും മക്കൾക്കും വേണ്ടി വാങ്ങിയതാണ്. പിന്നെ അമ്മായിയമ്മയും കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കും കുറച്ച് ചെമ്മീൻ ഉണ്ടാക്കി. അപ്പോഴേക്കും ഞാൻ ചോറ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറാക്കുന്നത്. ചോറ് ആയ ശേഷം ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലൊരു ഫ്രഷായി ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് ഇങ്ങനെ കട്ടി ചെയ്ത് നിൽക്കും. അപ്പോൾ നമ്മൾ ചോറായി കഴിഞ്ഞിട്ട് ഒന്ന് സ്പൂണിട്ട് ഇളക്കി കഴിയുമ്പോൾ അത് നല്ല ഫ്ലഫി ആയിട്ട് സോഫ്റ്റായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ചോറ് എപ്പോഴും ഒന്ന് ഇളക്കിയിട്ടാണ് വെക്കുക. പിന്നെ ഇത് എൻ്റെ സ്കില്ലറ്റാണ് കേട്ടോ, അയൺ സ്കില്ലറ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാത്രമാണിത്. ഇതിലാണ് ഞാൻ മീൻ വറുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ തെറിച്ച് എല്ലാവിടെയും എണ്ണ വീഴുമൊന്നുമില്ല. അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ അടുപ്പിൻ്റെ അടുത്തൊക്കെ എണ്ണ തെറിച്ചിട്ടുണ്ടാവില്ലേ, ഇത് ആ സംഭവമൊന്നുമില്ല. അതുപോലെ നല്ല സൗകര്യമാണ് കേട്ടോ ഇത്. അത്യാവശ്യം നമുക്ക് ചിക്കനും എല്ലാം വറുക്കാൻ പറ്റും, മീനെല്ലാം ഇതിൽ വറുക്കാൻ പറ്റും. അപ്പോൾ ചെമ്മീൻ ഇങ്ങനെ ആവട്ടെ. പിന്നെ നമ്മുടെ മസാലയുടെ ബാക്കി കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളാകെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ മാത്രമല്ലേ ഇട്ട് വെച്ചിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കണം. വറുക്കാൻ നേരത്താണ് നമ്മളങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാൻ ചെറിയുള്ളി കുറച്ച് നന്നാക്കി അതിൻ്റെ കൂടെ കുറച്ച് തണ്ട് കറിവേപ്പില ഞാൻ ബോക്സിലിടാതെ മാറ്റി വെച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കറിവേപ്പിലയും ഈ ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചുകൊണ്ട് വരാം. ഒരുപാട് അങ്ങനെ വെള്ളം പോലെ അടിയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് അടിച്ചു കൊണ്ടുവന്നിട്ട് അതും കൂടെ ഈ മീനിൻ്റെ പീസസിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഈ പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ വേറെ വലിയ പാത്രത്തിലാക്കി നന്നായി മിക്സ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു ഫ്ലേവറും ഒരു മണവും ഒക്കെ കിട്ടും ഈ മീൻ വറുക്കുന്നതിൽ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ ആവുകയും ചെയ്തു. ചൂട് കുറച്ച് ആറി. ഇപ്പോൾ ഞാൻ വേഗം അതൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ മീൻ വറുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മീൻ വറുക്കാൻ എത്തിയപ്പോഴേക്കും മക്കൾ ഓരോരുത്തരായിട്ട് അന്വേഷണമായിട്ട് വന്നു. കാരണം സമയം രാത്രി ആയല്ലോ. അപ്പോൾ അവർക്ക് നല്ല വിശപ്പൊക്കെ വന്നിട്ടുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് അവർ ഓരോരുത്തരായിട്ട് എന്തൊക്കെ കിച്ചണിലായി എന്നറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വന്നൊരു നോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ വന്നിങ്ങനെ നോക്കി
കുറച്ച് ചെമ്മീനൊക്കെ പാത്രത്തിലിട്ട് കൊടുത്തപ്പോൾ അതും വാങ്ങിച്ചിട്ട് പോയി കഴിക്കാൻ പോയി. പിന്നെ മീൻ അപ്പോഴേക്കും ഞാനൊരു ഭാഗത്ത് വറുക്കാൻ തുടങ്ങി. എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയത് കൊണ്ട് തന്നെ വേഗം ചോറും കറിയൊക്കെ ഇനി പ്ലേറ്റിലിടാം എന്ന് കരുതിയിട്ട് അവർക്ക് അമ്മയ്ക്കും ഹസ്ബൻഡിനും ചേട്ടനുമുള്ള ചോറൊക്കെ വേഗം പ്ലേറ്റിലിട്ടു. അവർക്കുള്ള മീൻ വറുത്തതും രസവും മീൻ സാമ്പാറും എല്ലാം ആക്കി അവർക്ക് കൊടുത്തു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ എപ്പോഴും കഴിക്കുക. അപ്പോൾ അതാകുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ജോലി കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സമാധാനത്തിൽ കഴിക്കാമല്ലോ എന്നുള്ളത് കൊണ്ടാണ്, വേറൊന്നുമല്ല. അപ്പോൾ ഇവർക്കുള്ള മീൻ വറുത്തു. സെക്കൻഡ് എനിക്കും കൂടെ കുറച്ച് മീൻ വേണം, തികയില്ല എന്നുള്ളതുകൊണ്ട് ഒരു ബാച്ചും കൂടെ ഞാൻ മീൻ വറുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ബാച്ച് ഓഫ് മീൻ വറുക്കലും കൂടെ ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അവർക്കുള്ള ചോറും മീൻ വറുത്തതും കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ. പിന്നെ കുട്ടികൾക്കുള്ളത് അവർ തന്നെ ചേട്ടനും അമ്മയൊക്കെ മാറി മാറി അവർക്കും വാരി കൊടുത്തോളും. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് അവർക്ക് ഞാൻ പ്ലേറ്റിലിട്ട് കൊടുക്കാറുണ്ട്. ചില മൂഡിലൊക്കെ അവരും കഴിക്കാറുണ്ട് ഒറ്റയ്ക്ക് തന്നെ. സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണല്ലോ കഴിക്കുക. അപ്പോൾ ഞാൻ ഒരു 1.5 വയസ്സ് മുതൽ ഒറ്റയ്ക്ക് കഴിക്കാനുള്ളത് അവരെ സെൽഫ് ഫീഡിങ് ഞാൻ ശീലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എന്നാലും ഇപ്പം ഞാൻ ഒരു 2 പ്ലേറ്റിൽ ഏട്ടനും അമ്മയ്ക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ രാത്രിയൊക്കെ ആയതുകൊണ്ട് അവർ തന്നെ വാരി കൊടുത്തോളും. അപ്പോൾ എനിക്കുള്ള മീനും റെഡിയായപ്പോൾ ഞാൻ എനിക്കുള്ള ചോറും വിളമ്പി. എനിക്ക് ചെമ്മീനും പിന്നെ സാമ്പാറും മീൻ വറുത്തതും. ഇന്നത്തെ രാത്രി ഡിന്നർ സെറ്റായി. ഒരു ക്വിക്ക് മിനി വ്ളോഗാണ് കേട്ടോ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.